എന്തുവാ പടച്ചോനെ ഈ കേൾക്കുന്നത്? യു എ ഒക്കെ കാര്യങ്ങൾ അങ്ങോട്ട് നിവർന്ന് നിന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. സംഗതികൾ അവർ ചില കാര്യങ്ങൾ പറഞ്ഞതായുള്ള വാർത്ത കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് രോമാഞ്ചം വരുന്നു. എന്താ രോമാഞ്ചം വരുന്നതെന്നറിയോ? വേറൊന്നും കൊണ്ടല്ല, എത്രയോ കാലങ്ങളായി ഈ അമേരിക്കൻ പോലീസ് എന്ന് പറയുന്ന കടലാസ് പുലി ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഊറ്റി ഊറ്റി അവരുടെ ചാപ്പാടടിച്ചവന്മാർ സുഖമായിട്ട് കഴിയുക. ഇവർ സംരക്ഷിക്കും, ഇവർ കരുത്തരാണ്, ഇവർ വിചാരിച്ചാൽ ഒരു ഉണ്ടപ്പപ്പടവും നടക്കില്ല എന്നൊക്കെ പറഞ്ഞാണല്ലോ യവന്മാർ സംരക്ഷിക്കുന്നത്. സത്യത്തിൽ ആ നാടിൻ്റെ സമ്പത്ത് മുഴുവൻ യവന്മാർ ഊറ്റി ആസ്വദിക്കുന്നു ഒരു വശത്ത്. അതേ വംശത്തിൽപ്പെടുന്ന ആളുകളെ ഫലസ്തീനിലും മറ്റുള്ള സ്ഥലങ്ങളിലും അടിച്ചു കൊല്ലാൻ വേണ്ടിയുള്ള ആയുധവും വിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഇറാൻ്റെ ചെറുത്തുനിൽപ്പുണ്ടല്ലോ, അത് ലോകത്തൊരു പുതിയ അധ്യായം കുറിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല. എന്താ സംഗതി എന്നറിയോ? ഇപ്പോൾ ദേ യു എയിലെ വലിയ ഒരു ചിന്തകനും ബുദ്ധിജീവിയുമൊക്കെ ആയ ആൾ എക്സിൽ കുറിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ ഖലീബ് അബ്ദുള്ള എന്നാണ്. അദ്ദേഹം കുറിച്ചതെന്താണെന്നറിയോ? യു എയെ സംരക്ഷിക്കാൻ ഇനി അമേരിക്കയുടെ ആവശ്യമില്ലെന്ന് ഇറാനിയൻ ആക്രമണ സമയത്ത് രാജ്യം തെളിയിച്ചതാണ്. സ്വന്തം പ്രതിരോധശേഷി ഉപയോഗിച്ച് ആക്രമണങ്ങളെ നേരിടാൻ യു എക്ക് സാധിക്കും. അതുകൊണ്ട് അത്യന്താധുനിക ആയുധങ്ങൾ ഇനിയും അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിലും വിദേശ സൈനിക താവളങ്ങളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കണം. അത് അടച്ചു പൂട്ടി എല്ലാവരുടെ അടുത്തും പൊയ്ക്കോളാൻ പറയണം. അവനവൻ്റെ വീട്ടിൽ പോയി എന്തെങ്കിലും പുല്ല് പറിച്ചോ കൃഷി ചെയ്തോ ജീവിക്കാൻ പറയണം എന്നാണ് അദ്ദേഹം കുറിച്ചത്. എക്സ് പ്രൊഫൈലിലാണ് കുറിച്ചത്. ലോകം മുഴുവൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങളുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആരെയും പേടിക്കണ്ട, ആഖിറത്തിലെങ്ങാനും അള്ളാഹയെ പേടിച്ചാൽ മതി, ദുനിയാവിൽ ഞങ്ങളാണ് പടച്ചവൻ എന്ന് പറഞ്ഞു വന്ന് ഈ താവളങ്ങളിൽ കിടന്ന് ഈ അറബ് ലോകത്തിൻ്റെ സമ്പത്ത് ആസ്വദിച്ച് സുഖകരമായി ജീവിക്കുന്നതല്ലാതെ ഒരു പുല്ലും പിണ്ണാക്കും ചെയ്യാനൊക്കില്ല എന്നുള്ളത് ഈ യുദ്ധത്തിൽ കണ്ടതാണ്. അമേരിക്കയ്ക്ക് നന്നായി അറിയാമല്ലോ, പശ്ചിമേഷ്യയിലെ ഇറാനെ അസ്വസ്ഥമാക്കിയാൽ മിഡിൽ ഈസ്റ്റ് ആകെ അസ്വസ്ഥമാവും, അവർ സാമ്പത്തികമായി തകരും, അവർക്ക് പ്രതിസന്ധികളുണ്ടാവും എന്നറിയാത്തവനല്ല അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസി. അപ്പോൾ ഈ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസിയായ CIA അടക്കമുള്ളവർ ആസൂത്രണം ചെയ്ത ഈ ഓപ്പറേഷൻ അത് ഇറാനെതിരെ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ മൊത്തം രാജ്യങ്ങൾക്കും എതിരെയാണ്. കാരണം അവിടെ തൊട്ടാൽ ഇറാൻ ആക്രമിക്കും എന്നുള്ളതറിയാം. യവൻ സംരക്ഷിക്കാനുള്ളപ്പോൾ പോലും 8 മണിക്ക് യവനൊരു സംസ്കാരത്തെ മായ്ച്ചു കളയുമെന്ന് ട്രംപ് പ്രസ്താവന നടത്തിയപ്പോൾ സൗദി അറേബ്യ വളരെ പെട്ടെന്ന് അടച്ചത് ബഹ്റൈൻ പാലമാണ്. എന്നാൽ പിന്നെ അമേരിക്ക ഉള്ളതുകൊണ്ട് അടയ്ക്കാതിരുന്നൂടെ? ബഹ്റൈൻ പാലം സംരക്ഷിക്കപ്പെടൂലേ? പക്ഷേ അടച്ചതിൻ്റെ അർത്ഥം എന്താ? ആക്രമിക്കപ്പെടാം, തകർക്കപ്പെടാം. ഇറാൻ്റെ വിരൽത്തുമ്പിലാണ് യു എയുടെയും മിഡിൽ ഈസ്റ്റിലെയും പവർ ജനറേഷൻ സെൻറ്റേഴ്സ്, അതുപോലെ തന്നെ ഡീസാലിനേഷൻ പ്ലാന്റുകൾ. ഇത് രണ്ടും ആക്രമിക്കപ്പെട്ടാൽ ആ സ്ഥലങ്ങൾ എന്തായിത്തീരും? ഇതവൻ അറിഞ്ഞുകൂടാത്തതാണോ? അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ആ അഭ്യാസം വേണ്ട. അതുപോലെ തന്നെ രണ്ടാമതൊരു വാർത്ത കൂടി കണ്ടു. ഈ യുദ്ധമിങ്ങനെ നീണ്ടുപോയാൽ ഇറാൻ എണ്ണ വ്യാപാരത്തിൽ ഡോളർ നിർത്തി ചൈനീസ് യുവാൻ ഉപയോഗിക്കേണ്ട ആവശ്യം വരുമെന്ന് UAE പറയുന്നത്രേ. അതായത് വാഷിങ്ടണിൽ കഴിഞ്ഞ ദിവസം US സെക്രട്ടറി സ്കോട്ട് ബെസൻറ്റുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ UAEയുടെ സെൻട്രൽ ഗവർണർ ഖാലിദ് മുഹമ്മദ് വലാമയാണ് ഡോളറിൻ്റെ ആധിപത്യത്തിനെതിരെ പരോക്ഷ ഭീഷണി ഉയർത്തിയതെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഈ പറയുന്ന കടുത്ത ആഘാതമുണ്ടാക്കുന്ന പ്രസ്താവനയാണത്. അതായത് ഞങ്ങളിനി ഈ യുദ്ധം നിങ്ങൾ തുടർന്നുകൊണ്ട് പോയാൽ, ഈ അഭ്യാസം തുടർന്നുകൊണ്ട് പോയാൽ ഞങ്ങൾ ഡോളറിൽ നിന്ന് എണ്ണ വ്യാപാരം ചൈനീസ് യുവാനിലേക്ക് മാറ്റും. എന്താ സ്ഥിതി? അങ്ങനെ മാറ്റിയാൽ പിന്നെ തീർന്നില്ലേ? പെട്രോൾ ഡോളർ ഡീലിംഗ് അല്ലേ ഇവനെ ഇങ്ങനെ ഉയർത്തി നിർത്തിയിരിക്കുന്നത്, ഈ ട്രംപ് എന്ന് പറയുന്ന മരപ്പൊട്ടനെ, യുദ്ധവെറിയനെ. അതുകൊണ്ട് ഇനി ഞങ്ങളതിന് തയ്യാറാവില്ല, ഞങ്ങൾ യുവാനിലേക്ക് മാറുമെന്ന് പറഞ്ഞു. തൊടാനൊക്കുമോ ചൈനയെ അമേരിക്കയ്ക്ക്? പുളിക്കും. നിസാരപ്പെട്ട ഒരു ഇറാൻ കാണിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ആ അഭ്യാസങ്ങൾ ഇനി വേണ്ട എന്ന് 2 തരത്തിൽ UAE പറഞ്ഞു. ഒന്ന് UAEയിലെ ഒരു സ്വതന്ത്ര ചിന്തകനാണ്, പക്ഷേ എക്സ് പ്രൊഫൈലിൽ അദ്ദേഹം കുറിച്ചു. ഇതൊരഭിപ്രായ രൂപീകരണത്തിൻ്റെ ആദ്യ നാമ്പുകളാണ്. മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റത്തിൻ്റെ ചില കാഹളങ്ങളാണ്. അതിൻ്റെ പ്രതിധ്വനിയാണ് UAE മുഴക്കിയിരിക്കുന്നത്.